ഹലോ അസ്സലാമു അലൈക്കും. 9ാം ക്ലാസ്സിൽ അറബി പരീക്ഷയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എന്താണ്? കവിതയുടെ മീനിങ് നമുക്ക് കൊടുക്കും. കവിതയുടെ മീനിങ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആവും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആവും. ചിലപ്പോൾ ഇതിന് പകരം ഒരു ചിത്രം കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ കവിതേൻ്റെ ആശയം ഇവിടെ പ്രദർശിപ്പിക്കും. എന്നിട്ട് നമ്മോട് പറയും എന്ത് ചെയ്യും, ഇതിൽ ഏത് കവിതയിലെ ലൈനുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആ കവിതയുടെ ലൈനുമായി ബന്ധം ഒരു ചിത്രമായിരിക്കും കൊടുക്കുക. ചിത്രം ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്, ചില കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടെൻറ്റിൻ്റെ ഒക്കെ ചിത്രം കൊടുത്ത് അതിന് ക്യാപ്ഷൻ കൊടുക്കാനൊക്കെ ഉള്ളതുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലേ ഫക്കീർ ലി ഖൈരിക്ക എന്ന് പറഞ്ഞ ഒരു കവിതയിലൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഒന്നെങ്കിൽ മിക്കവാറും കൊടുക്കൽ 90% ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ആ കൊടുത്തത് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ ചില കുട്ടികൾ പറയും സാർ ഞങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല, എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അറബി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ നമുക്കറിയാലോ. ഈ ഓരോ അക്ഷരവും ഒബ്സർവ് ചെയ്ത് വായിക്കാം. ഇത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന അക്ഷരങ്ങൾ ഇതിൽ ഏതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി കൂടെ ഇതിങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അത് ശരിക്കും നല്ല ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇവിടെ ജിസ്മ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ജിസ്മ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ജിസ്മ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം അതല്ല അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വാക്കുമ്പോൾ എന്താ പറയുക, ഒരു വാക്കിൽ മാത്രം നമ്മൾ ആ രീതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. ഈ ലൈന് ഇതിൽ ഏത് ലൈനുമായിട്ടാണ് കൂടുതൽ മാച്ച് ചെയ്യണം നോക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുക, രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, സിഹത്ത് ഇവിടെ ഉണ്ട്, സിഹത്ത് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ജിസ്മില്ല. പക്ഷേ ഇവിടെ തെത്തുറുക്ക് ഉണ്ട്, ഇവിടെയും തെത്തുറുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ കുറച്ചും കൂടി മാച്ച് ആവുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത സാധനമുണ്ട്, ജിസ്മിൻ്റെ അതേ അർത്ഥമാണ് ബദന് എന്നുള്ളത്, ശരീരം അല്ലേ. മരീളൻ അതിൻ്റെ അർത്ഥമാണ് സഖീം എന്നുള്ളത്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അറിയാതെ ജിസ്മ് കാണുമ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഇവിടേക്ക് പോകും. അങ്ങനെ പോകരുത്. അപ്പോൾ സാറ് പറയാണ്, നിങ്ങൾ ഒരു വാക്ക് നോക്കാതെ അതിനോട് കൂടുതൽ മാച്ച് ആകുന്നത്, കൂടുതൽ വാക്കുകൾ മാച്ച് ആവുന്ന ഏത് ലൈനോട് നോക്കുക. സോ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പോൾ ഈ ഹാഫിദ് എന്നുള്ളതും റാക്കിബ് ഒരേ അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുത്തറാദിഫുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ലൈനിൻ്റെ ഈ കവിതയിലെ ലൈൻ്റെ അർത്ഥമാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറിന് ഈ ക്വസ്റ്റ്യന് 2 മാർക്കിന് അല്ലേ, 2 മാർക്കിലും 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈസിയായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് ഈ മാർക്ക് മിസ്സാവാതെ സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.